സാറിന് നാണം വരുന്നുണ്ടോ? ശരി, ഞാൻ എന്റെ കണ്ണ് പൊത്താം. സാർ അപ്പ പറഞ്ഞാ മതി. അതാവുമ്പോ സാറിന് ചമ്മലൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ കണ്ണ് പൊത്താൻ പോവാണേ. 1 2 3. പറഞ്ഞോ, ഇനി പറഞ്ഞോ. പറ സർ, എന്നെ എന്തോരം ഇഷ്ടാണ് സാറിന്. ഒരുപാട് ഒരുപാട് ഇഷ്ടം. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് നന്ദിനി. അയ്യോ, സാറിന്റെ അതേ ശബ്ദം, എനിക്ക് അതേ ശബ്ദം വന്നു തുടങ്ങിയോ? ഞാൻ അറിയാണ്ട് എന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാം. വീട് സർ, ഞാൻ സാറ് വന്ന് കണ്ടില്ല. അതുകൊണ്ടെന്താ, അതൊരു രസമല്ലേ? അയ്യോ സോറി സാർ, സോറി സാർ. ഞാൻ വെറുതെ സാറിന്റെ ഷർട്ട് ഇട്ട് ഒരു കളി പോലെ. ഞങ്ങള് പണ്ട് നാട്ടുമ്പുറത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കും സർ, അതുപോലെ. അതിന് ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞോ? എടോ, എന്നോട് ചോദിച്ച കാര്യത്തിന് ഞാൻ കൃത്യമായിട്ട് മറുപടി അറിയുകയും ചെയ്തു. താനത് കേട്ടല്ലോ. എന്തായിരുന്നു സർ? മറുപടി കേട്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ എന്റെ അടുത്ത് വേറെ വഴിയുണ്ട്. ഇല്ല സർ, ഞാൻ കേട്ടു. അപ്പോ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഇതൊക്കെയാണ് തന്റെ പരിപാടി അല്ലേ? അയ്യോ ഇല്ല സർ, ഇതിപ്പോ ഞാൻ ശരിക്കും ആദ്യമായിട്ടാ. ഒറ്റയ്ക്കിരിക്കുമ്പോ സാറിനോട് സംസാരിക്കണമെന്ന് തോന്നിയാ ഇത് നല്ലതല്ലേ? സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വേണ്ട, സാറിനോട് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യാം. അപ്പോ തനിക്ക് പറയാനുള്ളത് ശരിക്കും ഞാൻ എങ്ങനെ അറിയും? അതുകൊണ്ട് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താണെങ്കിലും ഞാൻ വരുമ്പോ അതിനോട് നേരിട്ടൊന്ന് പറയണം. ഓക്കെ? ഓക്കെ സർ. ഇതെന്തിനിപ്പോ ഊരുന്നേ? ഊരാതെ പിന്നെ? ഇപ്പൊ ഊരണ്ട, അതങ്ങനെ അവിടെ തന്നെ കിടക്കട്ടെ. എടോ, നല്ല ഭംഗിയുണ്ടത് എനിക്ക്. പാതി സൂര്യയും പാതി നന്ദിനിയുമായിട്ട് കുറച്ചു ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. എന്നെ കൃത്യമായിട്ടങ്ങ് പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അനുകരിക്കുന്നതിൽ ഒരു കുറവുമില്ല. ശരിക്കും? പിന്നല്ലാതെ. താനേ ഒരു സംഭവം അല്ലേടോ, ഒരു മഹാസംഭവം. എന്ത് മണ്ടത്തര മമ്മി കാണിച്ചേ? മമ്മി അല്ലാതെ വേറെ ആരെങ്കിലും നാളെ കമ്പനിയിൽ ഒരു മീറ്റിംഗ് വെക്കോ? കമ്പനിയിൽ മീറ്റിംഗ് വെച്ചാ അതിൽ അവള് പങ്കെടുക്കുന്ന മമ്മിക്ക് അറിയില്ലേ? പിന്നെ എന്തിനായിരുന്നു മമ്മി തന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചേ? നാണം കെടാനാണോ? മമ്മി, ആ ബോർഡ് മീറ്റിംഗ് ഉണ്ടാക്കിയ നാണക്കേട് ഇതുവരെ തീർന്നിട്ടില്ല. അത് തീരുന്നതിന് മുൻപ് ഓഫീസിലെ എല്ലാവരുടെ മുൻപില് മമ്മിക്ക് നാണം കെടണമെന്ന് ഇത്രയ്ക്ക് നിർബന്ധമാണോ? മമ്മി എന്തെങ്കിലും ആലോചിക്കാത്ത ചെയ്താണെങ്കിൽ ഇപ്പൊ സമയമുണ്ട്. മമ്മി മീറ്റിംഗ് വിളിച്ച് ക്യാൻസൽ ചെയ്യും. അല്ലാതെ നാളെ അവളുടെ മുൻപിൽ തോറ്റ് തിരിച്ചെത്തിയിട്ട് ആ ദേഷ്യം ഞങ്ങളോട് കാണിക്കാൻ നിൽക്കരുത്. ആന്റി, ഒരു ബുദ്ധിയില്ലായ്മയൊക്കെ ആർക്കും പറ്റും. അത് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ തിരുത്തുന്നതാണ്
അതിന്റെ ശരി. ഒന്ന് പോടാ. മിണ്ടാതിരുന്നൂടെ